Very good morning. Welcome to the Welshire Overseas Education. Tamil Nadu Teacher Education University second semester B.Ed course paper ആയിട്ടുള്ള ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന പേപ്പർ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ചൈൽഡ് റൈറ്റ്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ് ഇൻ ഇന്ത്യ ആൻഡ് തമിഴ്നാടു. ഈ മൂന്ന് മെയിൻ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ്ലി, ചിൽഡ്രൻ ആർ ദി ഫ്യൂച്ചർ ഓഫ് എ കൺട്രി. കുട്ടികൾ രാജ്യത്തിൻ്റെ ഭാവിയാണ്. ഏതൊരു രാജ്യമാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭാവി ആ രാജ്യത്തെ കുട്ടികളാണ്. ബട്ട് ആസ് വെൽ ആസ് ഓൾ നോ ദാറ്റ് ചിൽഡ്രൻ ആർ ദി മോസ്റ്റ് വൾണറബിൾ. പക്ഷേ എല്ലാവർക്കും അറിയാം ദുർബലമായിട്ടുള്ള ഒന്നാണ് കുട്ടികൾ എന്നുള്ളത്. അതുപോലെ തന്നെ പരിക്ക് പറ്റാവുന്ന, ഭേദിക്കാവുന്ന ഒന്നാണ്. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് മേ കോസ് ടു, അല്ല അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. സോ എവറി ചൈൽഡ് ഹാസ് റൈറ്റ് ടു ലീഡ് എ ഡീസൻറ്റ് ലൈഫ്. എല്ലാ കുട്ടികൾക്കും ഒരു ഡീസൻറ്റ് ലൈഫ് ലീഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇന്ത്യയെക്കുറിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ 40% കുട്ടികളാണ്. പക്ഷേ ഇന്ത്യയിലുള്ള കുട്ടികളുടെ സ്റ്റാറ്റസ് വളരെ പരിതാപകരമാണ്. നോട്ട് വെൽ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ ദെയർ റൈറ്റ് ആൻഡ് വാല്യൂ ദെയർ ഡിഗ്നിറ്റി. കുട്ടികളുടെ അന്തസ്സ്, അവരുടെ ഡൈഗ്നിറ്റി വാല്യൂ ചെയ്യലും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളൊക്കെ പരിഗണിക്കലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ലോസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അഡ്രസ്സിങ് ദം. ഒരുപാട് പ്രൊവിഷൻസ്, ലോസ്, പോളിസീസൊക്കെ ഇത്തരത്തിലുള്ള റൈറ്റുകൾ അഡ്രസ്സ് ചെയ്യാനുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ ഗവൺമെൻറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ചൈൽഡ്, അതുപോലെ തന്നെ എന്താണ് ചൈൽഡ് റൈറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ എന്താണ് ചൈൽഡ് എന്നുള്ളത് നോക്കാം. നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് നോക്കാം. എ ചൈൽഡ് ഈസ് എ ഹ്യൂമൻ ബീയിങ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് ബർത്ത് ആൻഡ് പ്യൂബർട്ടി. എന്താണ്? ഹ്യൂമൻ ബീയിങ് ആണ്. ചൈൽഡ് മീൻസ് ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യന്മാരാണ്. ബിറ്റ്വീൻ ദി ഏജ് ഓഫ് ബർത്ത് ആൻഡ് പ്യൂബർട്ടി, ജനനം മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെ ഇടയിലുള്ള മനുഷ്യന്മാരെയാണ്, ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചൈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഹ്യൂമൻ ബീയിങ് ആണ്. ബിറ്റ്വീൻ ഏജ് ഓഫ് ബർത്ത് ആൻഡ് പ്യൂബർട്ടി, അല്ലെ, ജനനം മുതൽ പ്രായപൂർത്തിയാവുക, അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ചൈൽഡ് എന്ന് പറയുന്നത്. ഓർ ബിറ്റ്വീൻ ദ ഡെവലപ്മെൻറ്റൽ പീരീഡ് ഓഫ് ദി ഇൻഫൻസി ആൻഡ് പ്യൂബർട്ടി, അല്ലേ, എന്താണ് ആ ഒരു ഇൻഫാൻസി മുതൽ പ്യൂബർട്ടി വരെയുള്ള ഇടയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ചൈൽഡ് എന്ന് പറയുന്നത്. ഈ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ജുവൈനൽ ജസ്റ്റിസ് ആക്ട് ഇൻ ഇന്ത്യ, അല്ലേ, ഇന്ത്യയുടെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പറയുന്നത് ചൈൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് എനി പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് 18 years. 18 വയസ്സ് പൂർത്തിയാവാത്ത ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, ചൈൽഡ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലോ പറയണത് ചൈൽഡ് ഈസ് എവറി ഹ്യൂമൻ ബീങ്, അല്ലേ, എല്ലാവരും ബിലോ ദി ഏജ് ഓഫ് 18 years, 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും എന്ത് പറയും, ചൈൽഡ് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സ് കംപ്ലീറ്റ് ആകാത്ത എല്ലാവരും എന്താ പറയുക, ചൈൽഡ് എന്നാണ് പറയുക. ഓക്കെ, UNCRC ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട് ചൈൽഡിന്. ചൈൽഡ് ഈസ് എനി ഹ്യൂമൻ ബീങ്, അല്ലേ, ബിലോ ദി ഏജ് ഓഫ് 18 years, 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും എന്ത് പറയും, ചൈൽഡ് എന്ന് പറയും. ഇനി ചൈൽഡ് റൈറ്റിന് കൊടുക്കുന്നുണ്ട്. ചൈൽഡ് റൈറ്റ് ആർ സ്പെഷ്യലൈസ്ഡ് ഹ്യൂമൻ റൈറ്റ്. ചൈൽഡ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മനുഷ്യാവകാശങ്ങളാണ്. ദാറ്റ് അപ്ലൈ ടു ഓൾ ഹ്യൂമൻ ബീങ് ബിലോ ദി ഏജ് ഓഫ് 18. 18 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന എല്ലാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മനുഷ്യാവകാശങ്ങളെയും ചൈൽഡ് റൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഹ്യൂമൻ റൈറ്റ് ആണ്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ആണ്. ദാറ്റ് അപ്ലൈ ടു ഓൾ ഹ്യൂമൻ ബീങ് ബിലോ ദി ഏജ് ഓഫ് 18. 18 വയസ്സിന് താഴെയുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന മനുഷ്യാവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്,
ഇന്ത്യയിലുള്ള വേരിയസ് ലോസ്, ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് അണ്ടർ വേരിയസ് ലോസ് ഇൻ ഇന്ത്യ അല്ലെ, ഇന്ത്യയിലുള്ള വിവിധ നിയമങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷന് നമുക്കിനി നോക്കാം. 10ഓളം ഡെഫിനിഷന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 10ഓളം നിയമങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് UNCRC, നമ്മൾ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് ചൈൽഡ്. എവറി ഹ്യൂമൻ ബീയിങ് അണ്ടർ ദി ഏജ് ഓഫ് 18 ഇയർ, 18 വയസ്സിന് താഴെയുള്ള എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനെയും നമ്മൾ എന്ത് പറയും? ചൈൽഡ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട് 1986 പ്രകാരം an individual who has not complete 14 year, 14 വയസ്സ് പൂർത്തിയാവാത്ത ആൾക്കാരെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചൈൽഡ് ലേബർ ആക്ട് 1986 പ്രകാരം പറയുന്നത് 14 വയസ്സ് കംപ്ലീറ്റ് ആവാത്തവരാണ് ചൈൽഡ്. നെക്സ്റ്റ് പോക്സോ ആക്ടിൽ പറയുന്നത് എനി പേഴ്സൺ ബിലോ ഏജ് ഓഫ് 18 ഇയർ, 18 വയസ്സ് പൂർത്തിയാവാത്ത ആൾക്കാർ. പോക്സോ ആക്ട് 2012 ആണ്. ഓക്കെ, നെക്സ്റ്റ് ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻ ആക്ട് 1926. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം പറയുന്നത് ഫോർ വുമൺ, സ്ത്രീകൾക്ക് 18 വയസ്സാണ്. 18 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ എന്താണ്? ചൈൽഡാണ്. അതുപോലെ തന്നെ 21 താഴെയുള്ള മെൻസ് ചൈൽഡാണ് എന്നാണ് മാരേജ് ആക്ട് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് ജുവൈനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2000. ഓക്കെ, 2000-ലുള്ള ജുവൈനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പറയുന്നത് നോട്ട് കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്, 18 വയസ്സ് പൂർത്തിയാവാത്ത ആൾക്കാരൊക്കെ ചൈൽഡ് എന്ന് പറയും. ആറാമത്തത് ഫാക്ടറി ആക്ട് 1948, ബിലോ 15 ഇയർ ഓഫ് ഏജ്, 15 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് കുട്ടികൾ എന്നുള്ളതാണ് ഫാക്ടറി ആക്ട് 1948 പറയുന്നത്. മിനിമം വേജ് ആക്ട് 1948 പറയുന്നത് 14 വയസ്സിന് താഴെയുള്ളവർ കുട്ടികളൊക്കെയാണെന്ന്. ഡേഞ്ചറസ് മെഷീൻ റെഗുലേഷൻ ആക്ട് 1938 പ്രകാരം പറയുന്നത് 14 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികൾ എന്നുള്ളതാണ്. ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 പ്രകാരം ബിലോ 16 ഇയേഴ്സ് ആണ് ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ചിൽഡ്രൻ ആക്ട് 1960, 1960-ലുള്ള ചിൽഡ്രൻ ആക്ട് പ്രകാരം ഫോർ ബോയ്, ഒരു ആൺകുട്ടിയാണ് എന്ന് പറയുന്നത് 16 വയസ്സിന് താഴെയും പെൺകുട്ടിയാണ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവരാണ്. സോ 16ഉം 18ഉമാണ് അവിടെ ഏജിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വെച്ചിട്ടുള്ളത്. സോ 10 നിയമങ്ങൾക്ക് അണ്ടറിൽ ചൈൽഡിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷനുമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചൈൽഡ് റൈറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ചൈൽഡ് റൈറ്റ്, സോ കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ദി ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ടു ലൈഫ്, എല്ലാ കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെൻറ് ഷുഡ് എൻഷുർ ദാറ്റ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് സർവൈവൽ ഓഫ് ചിൽഡ്രൻ പ്രോപ്പർലി ബൈ ഇൻട്രൊഡ്യൂസിങ് വേരിയസ് സ്കീംസ്. സോ എന്ത് ചെയ്യണം? ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട്, പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള സർവൈവലും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓൾ ദി ചിൽഡ്രൻ ഹാവ് റൈറ്റ് ടു ലീഗലി രജിസ്റ്റർ ദെയർ നെയിം ആൻഡ് നാഷണാലിറ്റി. എല്ലാ കുട്ടികൾക്കും അവരുടെ പേരും അതുപോലെ തന്നെ നാഷണാലിറ്റിയും രജിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് ചൈൽഡ് റൈറ്റിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ചൈൽഡ് റൈറ്റ് എൻകോമ്പസേഴ്സ്, ചൈൽഡ് റൈറ്റ് കവർ ചെയ്യുന്നുണ്ട് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഒരു കൂട്ടം പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും ആണത്. സോ ഡിസൈൻ ടു, ആ പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തിനാണ്? ടു എൻഷ്യൂർ വെൽ ബീയിങ്, ഡിഗ്നിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എവറി ചൈൽഡ്. ഓരോ കുട്ടികളുടെയും വളർച്ച, അതുപോലെ തന്നെ പുരോഗതി, അന്തസ്സ്, ക്ഷേമം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡുകളെയും പ്രിൻസിപ്പിൾസിൻ്റെയും ഒരു കൂട്ടത്തെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ, എല്ലാ കുട്ടികളുടെയും വളർച്ചയ്ക്ക്, പുരോഗതിക്ക്, അന്തസ്സ്, അതുപോലെ തന്നെ ക്ഷേമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്
ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെയും പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി കീ കോമ്പണൻസ് ഓഫ് ദി ചൈൽഡ് റൈറ്റ്സ്. ചൈൽഡ് റൈറ്റിൻ്റെ കീ കോമ്പണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീ കോമ്പണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേത് സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ്. എന്താണ് സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീസ് ആർ റൈറ്റ് ടു ദി റിസോഴ്സസ് നെസസറി ഫോർ ദി സർവൈവൽ ആൻഡ് ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്. കുട്ടികളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള റിസോഴ്സുകൾക്ക് അവകാശമുണ്ട് കുട്ടികൾക്ക്. സോ അത്തരത്തിലുള്ള റിസോഴ്സുകൾ ഉൾപ്പെടുന്നതാണ്. ദ ഇൻക്ലൂഡ് റൈറ്റ് ടു ആഡ്യൂക്കേറ്റ് ഫുഡ്, അല്ലെ, ആഡ്യൂക്കേറ്റ് ഫുഡ് കിട്ടാനുള്ള, പ്രോപ്പറായിട്ടുള്ള ഫുഡ് കിട്ടാനുള്ള റൈറ്റ്സ് കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ ഷെൽട്ടർ കിട്ടാനുള്ള അവകാശമുണ്ട്. ക്ലീൻ വാട്ടർ, ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടാനുണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ കിട്ടാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ റീക്രിയേഷൻ, കുട്ടികളുടെ മാനസികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള ആക്ടിവിറ്റീസ്. സോ അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചിട്ട് ബോധവാന്മാരാവാനുള്ള അല്ലെങ്കിൽ വിവരം കിട്ടാനുള്ള അവകാശവും എന്തുണ്ട്, കുട്ടികൾക്ക് ഉണ്ട്. അതാണ് സർവൈവൽ ആൻഡ് ഡെവലപ്മെൻറ്റ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ പൂർണ്ണമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കിട്ടാനുള്ള അവകാശം കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് പ്രൊട്ടക്ഷൻ റൈറ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഫ്രം ഓൾ ഫോംസ് ഓഫ് ചൈൽഡ് അബ്യൂസ്, നെഗ്ലക്റ്റ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ക്രൂവാലിറ്റി. ഓക്കെ, വിവിധ രീതികളിലുള്ള ക്രൂരതകളിൽ നിന്ന്, അതുപോലെ തന്നെ ചൂഷണങ്ങളിൽ നിന്ന്, അവഗണനകളിൽ നിന്ന്, മറ്റുള്ള കുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് കുട്ടികൾക്കുണ്ട്. ഓക്കെ, ദെൻ ഇൻക്ലൂഡിങ് ദ റൈറ്റ് ടു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഇൻ വാർ, അല്ലെ, യുദ്ധങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ള അവകാശം കുട്ടികൾക്കുണ്ട്. സോ അതിൻ്റെയൊക്കെ അവകാശ ദംശനങ്ങളാണ് അല്ലെങ്കിൽ ലംഘനങ്ങളാണ് ഗസയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റും കുട്ടികൾക്കുണ്ട്. ദെൻ പാർട്ടിസിപ്പേഷൻ റൈറ്റ്. ദെൻ അടുത്ത റൈറ്റാണ് പാർട്ടിസിപ്പേഷൻ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിൽഡ്രൻ ആർ എൻറ്റൈറ്റിൽഡ് ടു ദി ഫ്രീഡം ടു എക്സ്പ്രസ് ഒപ്പീനിയൻ ആൻഡ് ടു ഹാവ് സേ ഇൻ മാറ്റർ അഫക്റ്റിംഗ് ദ സോഷ്യൽ, എക്കണോമിക്, റിലീജിയസ്, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. കുട്ടികളുടെ പൊളിറ്റിക്കൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന, റിലീജിയസ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന, എക്കണോമിക് ലൈഫിനെ, സോഷ്യൽ ലൈഫിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ റൈറ്റ് ഇൻക്ലൂഡ്, ആ പാർട്ടിസിപ്പേഷൻ റൈറ്റിൽ ഇൻക്ലൂഡ് ആകുന്ന മറ്റു കാര്യങ്ങൾ, ദ റൈറ്റ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻ, കുട്ടികൾക്ക് കുട്ടികളേതായിട്ടുള്ള ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ബി ഹിയർഡ്, ആ കുട്ടി കേൾക്കപ്പെടാനുള്ള അവകാശം കുട്ടിക്കുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കപ്പെടണം എന്നുള്ളത്. ദ റൈറ്റ് ടു ഇൻഫർമേഷൻ, അതുപോലെ തന്നെ വിവരാവകാശം ഉണ്ട് കുട്ടിക്ക്. ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ, കുട്ടിക്ക് കൂടിയായിട്ട് ആ ഒരു സംഘത്തിൽ ചേരാനുള്ള അവകാശങ്ങളൊക്കെ കുട്ടികൾക്കുണ്ട്. ദ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ. കുട്ടികൾക്ക് മറ്റൊരു റൈറ്റാണ് എഡ്യൂക്കേഷൻ റൈറ്റ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ റൈറ്റ്. റൈറ്റ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റൈറ്റ് ഉണ്ട്. സോ ദാറ്റ് പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദെയർ പേഴ്സണാലിറ്റി ആൻഡ് ടാലൻറ്റ്. സോ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയാലേ കുട്ടികളുടെ പേഴ്സണാലിറ്റിയും ടാലൻറ്റും ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് ഐഡൻറ്റിറ്റി ആൻഡ് ഫാമിലി. റൈറ്റ് ടു മെയിൻറ്റെയിൻ ദ ഐഡൻറ്റിറ്റി, അല്ലെ, കുട്ടികളുടെ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ നെയിം ആൻഡ് നാഷണാലിറ്റി. ദെൻ നെക്സ്റ്റ് നോൺ ഡിസ്ക്രിമിനേഷൻ, അല്ലെ, നോൺ ഡിസ്ക്രിമിനേഷനുള്ള റൈറ്റ്സ് കുട്ടികൾക്കുണ്ട്. വേർതിരിവ് ഇല്ലാതിരിക്കാനുള്ള അല്ലെങ്കിൽ വിവേചനത്തിനെതിരെയുള്ള റൈറ്റ് കുട്ടികൾക്കുണ്ട്. എവറി ചൈൽഡ് ട്രീറ്റഡ് ഹാസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, എല്ലാ കുട്ടികളും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഇല്ലാതെ ട്രീറ്റ് ചെയ്യാനുള്ള റൈറ്റ് കുട്ടികൾക്കുണ്ട്. അല്ലെ, ജെൻഡർ
ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഡിസാബിലിറ്റി, ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് നോൺ ഡിസ്ക്രിമിനേഷൻ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചൈൽഡ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ് ഇൻ ഇന്ത്യ ആൻഡ് തമിഴ്നാട്. തമിഴ്നാട്ടിലും ഇന്ത്യയിലും ഒക്കെ ചൈൽഡ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്, ഹിസ്റ്ററിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമുകൾ, പ്രോഗ്രാംസുകൾ, നിയമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഈ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള കുറച്ച് റിഫോമേഴ്സിൻ്റെ പേരുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ. സോ നമുക്കറിയാം ഏത് രാജ്യത്തിൻ്റെയും ഭാവി ആ രാജ്യത്തെ കുട്ടികളാണ് എന്നുള്ളതും കുട്ടികൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളതും ഇന്ത്യയുടെ 40% അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 40% കുട്ടികളാണ് എന്നുള്ളതും ആ കുട്ടികളുടെ ജീവിതം വളരെ മോശമാണ് എന്നുള്ളതും നമുക്കറിയാം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസിഡർ ദ റൈറ്റ് ആൻഡ് വാല്യൂ ദർ ഡിഗ്നിറ്റി. സോ ആ കുട്ടികളുടെ അന്തസ്സിന് വാല്യൂ കൊടുക്കുന്നതും അതുപോലെ തന്നെ അവരുടെ റൈറ്റ് കൺസിഡർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ കുട്ടികളെ അവകാശങ്ങൾ പ്രോപ്പറായിട്ട് പരിഗണിക്കാതിരുന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ ഫെയിലർ ആവും എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നാഷണൽ പോളിസീസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ രാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പോളിസികളാണ് നമ്മളിതിനെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നുള്ളൂ. ദ നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ 2013, 2013 നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ. ദ നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ 1974, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ 1987, നാഷണൽ ന്യൂട്രീഷൻ പോളിസി 1993, നാഷണൽ ഹെൽത്ത് പോളിസി 2002, നാഷണൽ ചാർട്ടർ ഫോർ ചിൽഡ്രൻ 2003, നാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ 2003. ഇത്ര കാര്യങ്ങൾ. ദെൻ പ്രോഗ്രാംസ്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്കീംസ്, പ്രോഗ്രാംസുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് ICDS 1975 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ദ നെക്സ്റ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻ, തെരുവിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് 1993 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 1995 വന്നിട്ടുണ്ട്. മിഡ് ഡേ മീൽ സ്കീം 1995 ഉച്ചഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ സർവശിക്ഷ അഭിയാൻ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടയിൽ നിർബന്ധമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് സർവശിക്ഷ അഭിയാൻ എന്നുള്ളത്. ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005 കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള ചികിത്സ സർക്കാർ ഹെൽത്ത് സെൻ്ററുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഗവൺമെൻറ് ചിൽഡ്രൻ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കീംസുകൾ, പ്രോഗ്രാംസുകൾ. അതുപോലെ അഡീഷണൽ ആയിട്ട് ചൈൽഡ് ലേബർ ലെജിസ്ലേഷൻ ഉണ്ട്. ചൈൽഡ് ലേബർ ലെജിസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൈൽഡ് ലേബർ ആക്ട് പ്രകാരമാണ് ഈ ഒരു നിയമം ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഒക്കെ ഒരുപാട് നിയമങ്ങൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദി ആക്ട് പ്രോഹിബിറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 ഇൻ സർട്ടൻ ഹസാർഡസ് ഒക്യുപ്പേഷൻ ആൻഡ് പ്രോസസ്. ഹസാർഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷനൊക്കെ 14 വയസ്സിന് താഴെയുള്ള ആൾക്കാർ നിരോധിച്ചിട്ടുണ്ട്. മീൻസ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പണിക്ക് പോകരുത്, ബാലവേല നിരോധിച്ചിട്ടുള്ള ആക്റ്റാണ് ചൈൽഡ് ലേബർ ലെജിസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില കണ്ടീഷനിൽ 14 to 18 വയസ്സ് അഡോൾസൻ്റ് ഏജ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാര്യമായിട്ട് ഈ ഒരു ലെജിസ്ലേഷൻ എയിം ചെയ്യുന്നത് ഇറാഡിക്കേറ്റ് എക്സ്പ്ലോയിറ്റേറ്റീവ് ചൈൽഡ് ലേബർ. ഓക്കെ, ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ബാലവേലകൾ ഇറാഡിക്കേറ്റ് ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ തന്നെ അത്തരത്തിലുള്ള എംപ്ലോയേഴ്സിന് എതിരെ ഈ ഒരു
ചൈൽഡ് ലേബർ ലെജിസ്ലേഷൻ, ഈ വേല വിരുദ്ധ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എംപ്ലോയേഴ്സിനെതിരെ ഫൈൻ പോലുള്ള പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുക ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് ഈ ചൈൽഡ് ലേബർ ലെജിസ്ലേഷൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ രാജ്യത്തെ വിപ്ലവാത്മകമായിട്ട് കുട്ടികൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 2009 വന്നിട്ടുണ്ട്. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് മാൻഡേറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടയിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ ഫ്രീ ആയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് ഗവൺമെൻറ് പ്രോഗ്രാംസ് സച്ച് ആസ് SSA സർവ ശിക്ഷാ അഭിയാൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാനൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ കാര്യമായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, ടീച്ചർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പർട്ടിക്കുലർലി ഇൻ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഈ അരികുവൽക്കരിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റീസിന് ഇടയിൽ പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതുകൊണ്ടുള്ളത്. സോ അതിലൂടെ ആ ഒരു വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഡിസ്ക്രിമിനേഷന്, ജെൻഡർ ഡിസ്ക്രിമിനേഷന്, സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ഒക്കെ കുറക്കുക എന്നുള്ളതും രാജ്യത്തുള്ള എല്ലാ കുട്ടികൾക്കും ഇക്വിറ്റബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു SSA, RMSA പോലുള്ള പദ്ധതികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പോക്സോ ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 2012 ചൈൽഡ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ആക്റ്റാണ്. സെക്ഷൽ ഹരാസ്മെൻറ്റിൽ നിന്ന് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ്. ഒരു സേഫ് ഗാർഡിങ് ദ ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. സെക്ഷലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചൂഷണങ്ങളിൽ നിന്ന് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റാണ്. സോ ഈ ഒരു നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്ന് മൊഴി സ്വീകരിക്കൽ പോലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചിലൂടെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പോക്സോൻ്റെ അണ്ടറിൽ വരുന്ന കേസുകളാണ് എന്നുണ്ടെങ്കിൽ വളരെ കർശനമായിട്ടുള്ള ആക്ഷനുകളായിരിക്കും പ്രതികൾക്കെതിരെയൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, NCBCR, അതുപോലെ തന്നെ SCBCR. സോ 2005 ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ നിയമങ്ങൾ, സോ അതിൽ ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ എൻഷുർ ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ അവകാശങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അത് നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലിലും കൂടെ പ്രവർത്തിക്കുക, കുട്ടികളുടെ വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് അഡ്രസ്സ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നാഷണൽ ലെവലും സ്റ്റേറ്റ് ലെവലും കൂടെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, NCBCRനും അതുപോലെ തന്നെ SCBCRൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ചൈൽഡ് മാരേജ് ആക്ട്, ചൈൽഡ് മാരേജ് പ്രോഹിബിഷൻ ആക്ട് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാല്യ വിവാഹങ്ങൾ നിരോധിക്കുക. 2006 ഈ നിയമങ്ങൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് പ്രകാരം ഒരു ലീഗൽ ഏജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽസിന് 18 അതുപോലെ തന്നെ മെയിൽസിന് 21 വയസ്സും. സോ ഇതിൻ്റെയൊക്കെ താഴെയുള്ള വിവാഹങ്ങൾ ബാല്യ വിവാഹങ്ങളായിട്ട് പരിഗണിക്കുകയും അതിനൊക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. നെക്സ്റ്റ് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദി ചൈൽഡ്, UNCRC 1989. ഓക്കെ, ഇതൊരു ലാൻഡ്മാർക്ക് ഡോക്യുമെൻ്റാണ്. കുട്ടികളുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ഡോക്യുമെൻ്റാണ് ഈ UNCRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു കുട്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന സിവിൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ അതിലൂടെ കുട്ടികളുടെ റൈറ്റ് ടു സർവൈവൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, അബ്യൂസ്, പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ പോലുള്ള കുട്ടികളുടെ അവകാശങ്ങൾ പ്രോപ്പറായിട്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. കാര്യമായിട്ട് ഇത്തരത്തിലുള്ള
ഈ റൈറ്റ്സുകളാണിത് ഫോക്കസ് ചെയ്യുന്നത് UNCRC. സോ ഒരു ഔട്ട്ലൈനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അത് കുട്ടികളെ ആ ഒരു ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള, എക്കണോമിക്കലായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾ. സോ കാര്യമായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് സർവൈവൽ ഡെവലപ്മെൻറ്റ്, കുട്ടികളുടെ സർവൈവലിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഒക്കെ, നെസസറി ആയിട്ടുള്ള റിസോഴ്സുകൾ ഉറപ്പ് വരുത്തണം എന്നുള്ളതും, എക്സ്പ്ലോയിറ്റേഷനുള്ള പ്രൊട്ടക്ഷന്, അതുപോലെ തന്നെ റൈറ്റ് ടു പാർട്ടിസിപ്പേഷനൊക്കെ കൂടുതലായിട്ട് ഈ ഒരു UNCRC ഊന്നൽ നൽകുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ജുവൈനൽ ജസ്റ്റിസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോർമലായിട്ടുള്ള, ഒരു മേജറായിട്ടുള്ള ഒരാൾ കുറ്റം ചെയ്താലും, ഒരു കുട്ടി കുറ്റം ചെയ്താലും ഏകദേശം ഒരേ പണിഷ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നതാണ് ജുവൈനൽ ജസ്റ്റിസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ചൈൽഡ് ലേബർ ലെജിസ്ലേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് സോഷ്യൽ റിഫോമേഴ്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള കുറച്ച് ആൾക്കാർ. ഓക്കെ, ആദ്യത്തെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നോൺ ആസ് മഹാത്മാഗാന്ധി, ഈസ് റിഗാർഡ് ആസ് ഫാദർ ഓഫ് നാഷൻ. ഹി വാസ് എ സോഷ്യൽ റിഫോമിസ്റ്റ് ആൻഡ് ലീഡർ ഓഫ് ഇന്ത്യൻ ഫ്രീഡം. ഓക്കെ, ഹി ലെഡ് നാഷണൽ വൈഡ് ക്യാമ്പയിൻ ഫോർ ഇറൈസിങ് പോവേർട്ടി. പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് രാജ്യം മൊത്തത്തിൽ അദ്ദേഹം ക്യാമ്പയിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ റൈറ്റ്സ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുരുഷന്മാർക്കിടയിൽ കൺട്രോളിൽ മാത്രം ജീവിച്ചിരുന്ന സ്ത്രീകൾ, അതുമാത്രമല്ല അവർ സമൂഹത്തിന് മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലണം, സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവകാശങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അൺടച്ചബിലിറ്റി, ഓക്കെ, തൊട്ടുകൂടായ്മക്കെതിരെ ശബ്ദിച്ചിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. ആൻഡ് അബോവ് ഓൾ അഡ്വക്കേറ്റ് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി ബാല്യ വിവാഹങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. ചൈൽഡ് ലേബർ, ബാലവേലക്കെതിരെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ശബ്ദമുയർത്തിയിട്ടുണ്ട്. ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ എനി ഫോം, ഏതൊക്കെ വിധത്തിലാണോ കുട്ടികൾ ചൂഷണം ചെയ്യുന്നത് അതിനെതിരെയും, ബാലവിവാഹത്തിനെതിരെയും, അതുപോലെ തന്നെ ബാല്യ വേലക്കെതിരെയൊക്കെ സംസാരിച്ച ആളാണ് മഹാത്മാഗാന്ധി. ദെൻ രണ്ടാമത്തെ ആൾ ഭീമറാവു രാംജി അംബേദ്കർ. BR അംബേദ്കർ നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് BR അംബേദ്കർ. ഹി വാസ് അവാർഡ് ഭാരത് രത്ന, ഇന്ത്യ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ 1990. സോ നിയമം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് BR അംബേദ്കർ കുട്ടികൾക്ക് അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ അതിൽ ഉൾപ്പെടുത്തിയിട്ട് കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളാണ്. നെക്സ്റ്റ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വാസ് ആൻ ഇന്ത്യൻ റിഫോമർ. ഹി വാസ് നോൺ ആസ് for his effort to abolish the practices of sati and child marriage. ബാല്യ വിവാഹത്തിനെതിരെയും അതുപോലെ തന്നെ സതി സമ്പ്രദായത്തിനെതിരെയൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ് രാജാറാം മോഹൻ റോയ്. ഹി വാസ് ഗിവൺ ദ ടൈറ്റിൽ ഓഫ് രാജ ബൈ ദ മുഗൾ എംപറർ അക്ബർ. റാം മോഹൻ റോയ് അഡ്വക്കേറ്റഡ് ഫോർ ഗേൾസ് പ്രോപ്പർട്ടി ഓഫ് റൈറ്റ്സ് ആൻഡ് വുമൺ എഡ്യൂക്കേഷൻ. സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണം എന്നുള്ള രീതിയിലൊക്കെ വാദിച്ചിട്ടുള്ള ആളാണ് രാജാറാം മോഹൻ റോയ്. ഹി വാസ് വൺ ഓഫ് ദി ഫൗണ്ടർ ഓഫ് ദി വുമൻസ് ലിബറലൈസേഷൻ മൂവ്മെൻറ്റ്. അവർക്കുണ്ട് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ ലിബറേഷൻ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരാളാണ്. സ്ത്രീകളുടെ സ്വതന്ത്ര മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ള ഒരാളാണ് രാജാറാം മോഹൻ റോയ്. ദെൻ ജ്യോതിറാവ് ഫുലെ ആൻഡ് സാവിത്രിബായ് ഫുലെ. സോ ഈ ഭാര്യ ഭർത്താക്കന്മാരാണ് ജ്യോതിറാവ് ഫുലെ ആൻഡ് സാവിത്രിബായ് ഫുലെ. സോ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും ഓർമ്മിക്കപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ. സോ ഇവരുടെ സ്വന്തം റിസ്കിൽ 1848 പൂനെയിൽ ഇവർ സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് 1848 ഇവർ സ്വന്തമായിട്ട് ഇവരും ഇവരുടെ ഹസ്ബൻഡ് മീൻസ് ആ
ജ്യോതിറാവ് ഫൂലെ ആൻഡ് സാവിത്രിബായി ഫൂലെ ഇവർ സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. ദേ ഓപ്പൺഡ് എ ടോട്ടൽ ഓഫ് 18 സ്കൂൾസ്. ഇവർ മൊത്തത്തിൽ 18ഓളം സ്കൂളുകൾ ഓപ്പൺ ചെയ്തു. ദേ വർക്ക് ടു ഇറാഡിക്കേറ്റ് അൺടച്ചബിലിറ്റി ആൻഡ് ദി കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മക്കെതിരെയും ഒക്കെ ഇവർ അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമൂഹത്തിലുണ്ടായിരുന്ന ജാതി സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ, തീണ്ടികൂടായ്മ അതിനൊക്കെതിരെയൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ തമിഴ്നാടിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഈ ചൈൽഡ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ അവിടുത്തെ കുറച്ച് റിഫോമേഴ്സിനെ നമ്മൾ നോക്കാം. ആദ്യത്തേത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി ഒരു തമിഴ് റൈറ്ററാണ്, പോയറ്റാണ്, ജേർണലിസ്റ്റാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്വതന്ത്ര സമര സേനാനിയാണ്, ഒരു സോഷ്യൽ റിഫോമറും കൂടിയാണ്. സോ ഈ ഫോർട്ട് ഫോർ ദി ഇമാൻസിപ്പേഷൻ ഓഫ് വുമൺ. ഓക്കെ, സ്ത്രീകൾ പുരുഷന്മാർക്ക് അടിയിൽ നിൽക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു, അതിനൊക്കെ എതിരെ നന്നായിട്ട് സംസാരിച്ചിട്ടുള്ള, ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സുബ്രഹ്മണ്യ ഭാരതി എന്നുള്ളവർ. സോ കേവലം സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇടയിൽ നിൽക്കേണ്ടവരല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിമകളായിട്ട് നിൽക്കേണ്ടവരല്ല, അതിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട്. ദെൻ അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ ബാലവിവാഹങ്ങൾക്കെതിരെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ദെൻ വെഹ്മെൻ്റലി ഓപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം. സോ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റുഡ് ഫോർ റിഫോമിങ് സൊസൈറ്റി ആൻഡ് റിലീജിയൻ. ഓക്കെ, മതപരമായിട്ടുള്ള അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുകയും കാസ്റ്റ് സിസ്റ്റത്തിനെ ശക്തമായിട്ട് എതിർക്കുകയും ബാല്യ വിവാഹങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ സ്ത്രീകൾ മറ്റുള്ളവരുടെ അടിമകളായിട്ട് നിൽക്കുന്ന ആ ഒരു ടെൻഡൻസിക്കെതിരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സുബ്രഹ്മണ്യ ഭാരതി. നെക്സ്റ്റ് തമിഴ്നാടുകൊണ്ട് ചൈൽഡ് റൈറ്റ്സിൽ പെട്ടിട്ടുള്ള മറ്റൊരു റിഫോമറാണ് പെരിയാർ EV രാമസ്വാമി എന്ന ആൾ. ഈറോഡ് വെങ്കട്ടപ്പ രാമസ്വാമി കാൾഡ് ബൈ ഹിസ് ഫോളോവേഴ്സ് ആസ് പെരിയാർ. ഓക്കെ, തന്തി പെരിയാർ വാസ് ഓൺ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ. ഇദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, പൊളിറ്റീഷ്യനാണ്. ഓക്കെ, ഹി റിബൽഡ് അഗെയിൻസ്റ്റ് ജെൻഡർ ആൻഡ് കാസ്റ്റ് ഇനിക്വാളിറ്റി ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന കാസ്റ്റ് അസമത്വത്തിനെതിരെയും അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരെയൊക്കെ ഇദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ഓക്കെ, പുരുഷന്മാർക്ക് മേൽക്കോയ്മ അതുപോലെ തന്നെ ചില കാസ്റ്റുകൾക്ക് മേൽക്കോയ്മ ഇതിനൊക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ആളാണ് ഈ പെരിയാർ EV രാമസ്വാമി എന്നുള്ള ആൾ. പെരിയാർ പ്രൊമോട്ടഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് റാഷണലിസം, വുമൻസ് റൈറ്റ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് കാസ്റ്റ്. ആ കാസ്റ്റ് സിസ്റ്റത്തെ നിർമ്മാർജ്ജനം ചെയ്യാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശത്തിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പോരാടിയിട്ടുള്ള, പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളാണ് പെരിയാർ EV രാമസ്വാമി സർ. ദെൻ പെരിയാർ എൻകറേജ്ഡ് ഇന്റർകാസ്റ്റ് മാരേജ് ഇൻ ഓർഡർ ടു റിമൂവ് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർകാസ്റ്റ് മാരേജിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഈ പെരിയാർ EV രാമസ്വാമി. ഹി ഡിമാൻഡഡ് പുവർ പീപ്പിൾ ഷുഡ് ഹാവ് ഫ്രീ എഡ്യൂക്കേഷൻ. പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഡിമാൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. ദെൻ മൂന്നാമത്തെ റിഫോമറാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. മുത്തുലക്ഷ്മി റെഡ്ഡി വാസ് എ മെഡിക്കൽ പ്രാക്ടീഷണറാണ് ഇദ്ദേഹം, സോഷ്യൽ റിഫോമറാണ്, അതുപോലെ തന്നെ പത്മഭൂഷൺ റെസിപ്പിയൻറ്റും കൂടിയാണ്. ഷി വാസ് അഗെയിൻസ്റ്റ് സബോർഡിനേഷൻ ഓഫ് വുമൺ ടു മെൻ. ഓക്കെ, പുരുഷന്മാർക്ക് അടിയിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീകളുടെ ആ ഒരു കോൺസെപ്റ്റിനെ ഇവർ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. ആൻഡ് റിബൽഡ് വെൻ എവർ ഷീ ഹിയർഡ് പീപ്പിൾ സേ ദാറ്റ് ഓൺലി ബോയ്സ് നീഡ് എഡ്യൂക്കേഷൻ. പുരുഷന്മാർക്ക് മാത്രം അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസം മതി, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്ന ആ ഒരു കോൺസെപ്റ്റിനെ ശക്തമായിട്ട് എതിർത്ത ഒരു സ്ത്രീയും കൂടിയാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. സ്ത്രീകൾ പുരുഷന്മാരുടെ കീഴാളരായിട്ട് നിൽക്കേണ്ടവരല്ല എന്നുള്ളതും, ആൺകുട്ടികൾക്ക് മാത്രമല്ല വിദ്യാഭ്യാസം വേണ്ടത്, സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണം എന്ന്
ശക്തമായിട്ട് സംസാരിച്ച ഒരു സ്ത്രീ കൂടിയാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. ഷീ പ്ലേഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദി വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് ദേവദാസി സിസ്റ്റം. ആ ദേവദാസി സിസ്റ്റത്തിനെതിരെയും ബാലവിവാഹത്തിനെതിരെയും ശക്തമായിട്ട് ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു മുത്തുലക്ഷ്മി റെഡ്ഡി. നാലാമത്തെ ആനി ബസന്റ് ആണ്. ഒരു ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ്, എഡ്യൂക്കേഷണലിസ്റ്റ് ആൻഡ് വുമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. ദെൻ തമിഴ്നാട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്കീമുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ തമിഴ്നാടു ഗവൺമെൻറ് സ്റ്റേറ്റ് ലെവലിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്കീമുകൾ. ദി തമിഴ്നാടു ഇൻറ്റിഗ്രേറ്റഡ് ന്യൂട്രീഷൻ പ്രൊജക്റ്റ്, ഓക്കെ, TINP, 1980 തമിഴ്നാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് പോഷകാഹാരം പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണത്. ഓക്കെ, ദിസ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി ലൈറ്റ് ഓഫ് 1980, 1980 അവസാനത്തിലാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ടു അഡ്രസ് ചൈൽഡ് മാൽ ന്യൂട്രീഷൻ ആൻഡ് ഇംപ്രൂവ് മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, ശിശുക്കളുടെ ആരോഗ്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദ ചീഫ് മിനിസ്റ്റർ ഗേൾസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം 1992. ഓക്കെ, മുഖ്യമന്ത്രിയുടെ ഗേൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം, പെൺകുട്ടികളുടെ പ്രൊട്ടക്ഷൻ സ്കീമാണുള്ളത്. സോ ദിസ് സ്കീം ഈസ് പ്രൊവൈഡഡ് എയിംഡ് അറ്റ് പ്രിവെൻറ്റിംഗ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ബൈ എംപവറിംഗ് ആൻഡ് പ്രൊട്ടക്ടിംഗ് റൈറ്റ് ഓഫ് ഗേൾസ് ചിൽഡ്രൻ. പെൺകുട്ടികളുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെൺകുട്ടികളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് ഈ ഒരു ചീഫ് മിനിസ്റ്റർ ഗേൾസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം 1992 തമിഴ്നാട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ പെൺകുട്ടികൾക്കെതിരെയുള്ള ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1992 തമിഴ്നാട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഗേൾസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം. ദെൻ മൂന്നാമത്തെ സ്കീം മൂവലൂർ രാമാമൃത അമ്മയ്യാർ ഹയർ എഡ്യൂക്കേഷൻ സ്കീം ടു ഗിവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് of ₹1,000 per month to meet expense for UG, degree, diploma, ITI courses. ITI പഠിക്കുന്ന, ഡിപ്ലോമക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ UG ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ ഓരോ മാസവും ₹1000 ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് മൂവലൂർ രാമാമൃത അമ്മയ്യാർ ഹയർ എഡ്യൂക്കേഷൻ സ്കീം എന്നുള്ളത്. ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് +2 മുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ മാസവും ₹1000 വീതം സഹായം നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ് ഇൻ ഇന്ത്യ ആൻഡ് തമിഴ്നാടു എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിച്ചിരിക്കുന്നു. നാളെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.